ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉഷ ജെനോം അല്ലൂർ ഡീലക്സിൻ്റെ സ്റ്റിച്ചസിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ മെഷീനെ പറ്റിയിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോയി കാണണേ. എങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്കിന്ന് 14 സ്റ്റിച്ചസും ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു നെക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നുള്ളതും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ നൂലിട്ട് കാണിച്ചു തരാം. കഴിഞ്ഞ വീഡിയോയിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നതുകൊണ്ട് ഞാൻ നൂലിടാനൊന്നും പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നേ ഉള്ളൂ. നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന കോട്ടൺ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ഇന്ന് സ്റ്റിച്ചസൊക്കെ കാണിച്ചിരുന്നത്. ഇതേ സ്റ്റിച്ചസ് നമുക്ക് സിൽക്ക് ത്രെഡും വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടെൻഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. സിൽക്ക് ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയ്ഡറി വീഡിയോസൊക്കെ ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെലക്ടർ വന്നിട്ടുള്ളത്. ഇത് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബാണ്. നമ്മൾ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എ എന്നുള്ള സ്റ്റിച്ചാണ്. അതിൻ്റെ അകത്ത് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് ഈ 2നും 3നും ഇടയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുക. ത്രെഡ് ടെൻഷൻ 4ലാണ് ഉള്ളത്. നമുക്ക് ഈ മെഷീൻ്റെ അകത്ത് സ്റ്റിച്ച് ലെങ്ത്ത് 4 വരെ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഓരോ സ്റ്റിച്ച് ലെങ്ത്തിൽ ഇട്ടിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ എ എന്നുള്ള സ്റ്റിച്ചാണ് നോക്കാൻ പോകുന്നത്. എ എന്നുള്ളത് സ്റ്റിച്ച് ലെങ്ത്ത് 4ലാണ് വെച്ചിട്ടുള്ളത്. ആദ്യം കുറച്ച് ഭാഗം നമുക്ക് 4ൽ വെക്കാം, പിന്നെ നമുക്ക് 3ലേക്ക് കുറച്ച് കൊണ്ടുവരാം, പിന്നെ 2ലേക്ക്, പിന്നെ 1ലേക്ക്. അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് ഞാൻ തുണിയിൽ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ലെങ്ത്ത് സൈഡിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈൻ വരെ 4 എന്നുള്ള ലെങ്ത് ആയിരിക്കും. പിന്നെ താഴേക്ക് 3, പിന്നെ 2, 1, അങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ട് ഈ എല്ലാ സ്റ്റിച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഈ തുണി നമ്മൾ സൂക്ഷിച്ചു വെക്കാന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഡിസൈൻ ചെയ്യുമ്പം ഈ തുണിയെടുത്ത് നോക്കിയാൽ ഇത്ര ലെങ്ത്തിൽ ഉള്ള സ്റ്റിച്ച് വന്നാൽ നമുക്ക് ഡിസൈൻ ചെയ്യാന്നുള്ള ഒരു ഐഡിയ ഒക്കെ നമുക്ക് കിട്ടാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് ഇത് 4 വരെ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് സ്റ്റിച്ച് ലെങ്ത്ത് കുറച്ചിട്ട് 3ലേക്ക് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് 2ലേക്ക് ആക്കി കൊടുക്കാം. സെലക്ടർ മാറ്റുന്നില്ല കേട്ടോ, സ്റ്റിച്ച് ലെങ്ത്ത് മാത്രമാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എ എന്നുള്ളത് നമ്മുടെ നോർമൽ സ്റ്റിച്ചാണ്. അത് പിന്നെ കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് സ്റ്റിച്ച് വന്നിട്ടുള്ളത്. കാണാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? നമുക്കൊന്ന് നൂലിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ ഞാൻ വൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റിച്ച് നമുക്ക് ബിയിലേക്ക് വെക്കാം. സെലക്ടർ സ്റ്റിച്ച് ലെങ്ത്ത് 4 തന്നെയാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബി എന്ന് പറയുമ്പം എൻ്റെ പോലെ തന്നെയാണ്. നീഡിൽ ലെഫ്റ്റ് സൈഡിലേക്ക് മാറിപ്പോകുന്നതേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ബീൻ്റെ സ്റ്റിച്ച് വരുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ എയും ബിയും ആയിട്ട് ഉള്ളൂ. ഇനി നമുക്ക് സെലക്ടർ സിയിലേക്ക് മാറ്റി കൊടുക്കാം. സി എന്ന് പറയുന്നതാണ് 6 സ്റ്റിച്ച് വരുന്നത്. ഇതിൻ്റെ ഈ ഒരു ഇങ്ങനെ നോബ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ചിൻ്റെ വീതി കൂടി വരും. ഈ സ്റ്റിച്ചാണ് നമ്മൾ ഇൻ്റർലോക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റിച്ച് വിട്ട് മാക്സിമം വെക്കാം. സ്റ്റിച്ച് ലെങ്ത്ത് 4ൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചിൻ്റെയും ലെങ്ത്ത് 0യുടെയും 1ൻ്റെയും ഇടയിൽ വെച്ചിട്ടും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് 6 സ്റ്റിച്ച് വന്നിട്ടുള്ളത്. ഓരോ സ്റ്റിച്ച് ലെങ്ത്ത് കുറയുന്നതിന് സ്റ്റിച്ചിൻ്റെ അകലം കുറഞ്ഞു വന്നു. ഈ ഒരു താഴെ വരുന്ന ഭാഗമാണ് 0യുടെയും 1ൻ്റെയും ഇടയിൽ വരുന്നത്. ഇനി നമുക്ക് ഡിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ലെങ്ത്ത് 4ലാണ് ആദ്യം വെക്കുന്നത്. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഓരോ സ്റ്റിച്ചായിട്ട് കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. അത് ഇനി ഓരോ സ്റ്റിച്ചിനും ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. അപ്പോൾ ഡി ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു വന്നിട്ട് താഴെ എത്തുമ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇത് കാണുമ്പോൾ 6 സ്റ്റിച്ച് പോലെ തന്നെ ഉണ്ട്. അടുത്ത സ്റ്റിച്ച് ഇ. അപ്പോൾ ഇതാണ് സ്റ്റിച്ച് ഇ. അപ്പോൾ 4ൽ വരുമ്പം ഇതുപോലെയാണ്. വലിയ ഭംഗിയൊന്നുമില്ല കാണാൻ. എന്നാൽ താഴേക്ക് സ്റ്റിച്ച് ലെങ്ത്ത് കുറഞ്ഞു വരുമ്പം 0യുടെ അടുത്തൊക്കെ എത്താറാവുമ്പോഴേക്ക് നല്ല ഭംഗി വന്നിട്ടുണ്ട് ആ സ്റ്റിച്ചിന്. അടുത്ത സ്റ്റിച്ച് എഫ്.
ഇതാണ് എഫ് വന്നിട്ടുള്ളത്. ഡിയും എഫും ഒക്കെ കാണാൻ ഏകദേശം ഒരുപോലെയാണെങ്കിലും സ്റ്റിച്ച് ലെങ്ത് കുറഞ്ഞു വരുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസം വരുന്നതും ഭംഗി വരുന്നതും. അടുത്തത് ജി. അപ്പോൾ ഇതാണ് ജി വന്നിട്ടുള്ളത്. എഫിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന രീതിക്കാണ്. പക്ഷെ താഴെ സീറോൻ്റെ അവിടെ എത്തുമ്പം സ്റ്റിച്ചിൻ്റെ ഡിസൈൻ മാറുന്നുണ്ട്. ഈ ഡിസൈനൊക്കെ നമുക്ക് നെക്കിനൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ നമ്മൾ ബ്ലാക്കിൽ വന്നിട്ടുള്ള 7 സ്റ്റിച്ചസും ട്രൈ ചെയ്തു. ഇനി നമുക്ക് താഴെയുള്ള റെഡിൽ വരുന്ന സ്റ്റിച്ചസാണ് ചെയ്യേണ്ടത്. അപ്പോൾ റെഡിലേക്ക് മാറ്റാനായിട്ട് സ്റ്റിച്ച് ലെങ്ത്തിൻ്റെ ഈ ഒരു എസ് നമുക്കിത് ഈ 1ൻ്റെ അവിടെ എത്തിക്കണം. അതിനായിട്ട് ഇങ്ങോട്ടേക്കാണ് തിരിക്കേണ്ടത്, ഓപ്പോസിറ്റ് തിരിക്കാൻ പാടില്ല. 4 കഴിഞ്ഞാൽ നേരെ എസ് പ്ലസും എസ് മൈനസും ഉണ്ട്, അവിടേക്കാണ് എത്തുക. നമുക്ക് ആദ്യം എസ് പ്ലസ്സിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം, എന്നിട്ട് പിന്നെ പകുതിക്കെത്തുമ്പോൾ എസ് മൈനസിലേക്ക് ആക്കാം. സെലക്ടർ ഇപ്പോൾ ജിയിലാണ് ഉള്ളത്, അതുകൊണ്ട് ജിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇനി അങ്ങോട്ട് ചെയ്യുന്നത് എസ് പ്ലസ് പകുതി വരെ, ബാക്കി പകുതി എസ് മൈനസ്, അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വേറെ കളർ വെച്ചിട്ടാണ് ഈ റെഡ് സ്റ്റിച്ചസ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇതുപോലെയാണ് ഈ സ്റ്റിച്ച് വന്നിട്ടുള്ളത്. നമ്മൾ ഹാൻഡ് എംബ്രോയിഡറിൽ ഇതുപോലത്തെ ഒരു സ്റ്റിച്ച് ചെയ്യാനുണ്ട്, അതിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഇനി എഫ് സ്റ്റിച്ച് ചെയ്യാം. നേരത്തെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. എഫും ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. കുറച്ചും കൂടി നല്ല സ്റ്റിച്ചസ് ആണ്, എംബ്രോയിഡറി ടൈപ്പ് വരുന്ന സ്റ്റിച്ചസ് ആണ് ഈ റെഡിൽ വരുന്നത്. അപ്പോൾ എസ് മൈനസിലേക്ക് ഇട്ടപ്പോഴാണ് ഈ താഴത്തേക്ക് ഇങ്ങനെ അടുപ്പിച്ചിട്ടുള്ള ഡിസൈൻ കിട്ടിയിട്ടുള്ളത്. അതാണ് കുറച്ചും കൂടി നമുക്കൊരു നെക്കിനൊക്കെ കൊടുത്ത് നല്ല ഭംഗി ഉണ്ടാകുന്ന സ്റ്റിച്ച്. നമുക്ക് ഇയിലേക്ക് ആക്കി കൊടുക്കാം, എസ് പ്ലസ് ആക്കാം. ഇങ്ങനെയാണ് ഈൻ്റെത് വന്നിട്ടുള്ളത്. ഇയും എഫും ഒക്കെ ഏകദേശം സെയിം തന്നെയാണ് ദൂരത്ത് നോക്കുമ്പോൾ, പക്ഷെ അടുപ്പിച്ച് നോക്കുമ്പോൾ കുറച്ചൊരു വ്യത്യാസമുണ്ട്. എന്നാലും ഇതും മോശമില്ലാത്ത ടൈപ്പ് ഒരു സ്റ്റിച്ച് തന്നെ. അടുത്തത് ഡി ആണ്. ഡി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റിച്ചാണ്. നമുക്ക് നെക്കൊക്കെ ബോർഡർ ആയാലും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്റ്റിച്ചാണ് ഇത് എസ് പ്ലസ്സിലാണ് ആദ്യം കൊടുക്കുന്നത്. എസ് മൈനസിലാക്കുമ്പോൾ കുറച്ചും കൂടി അടുപ്പിച്ചിട്ട് വരും, അത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ഡി വരുന്നത്. ഇത് കണ്ട് താഴത്തേക്ക് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇത് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഒരു നെക്ക് ഇത് വെച്ചിട്ടൊന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാം കേട്ടോ. അടുത്ത് നമുക്ക് സീല് വെക്കാം. 6 ആക്സ് സ്റ്റിച്ച് വന്നപ്പോൾ ഞാൻ ഈ സീൻ്റെ കുറച്ച് വിട്ട് കൂട്ടിയും കുറച്ചൊക്കെ നോക്കുന്നുണ്ട്. ഇങ്ങനെയാണ് സീ വന്നിട്ടുള്ളത്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഫുൾ വിട്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, അതാണ് ഇങ്ങനെ വന്നത്. പിന്നെ ഞാൻ വീതി കുറച്ചപ്പം സ്റ്റിച്ചിൻ്റെ ആ ഒരു വീതി കുറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റിച്ച് ലെങ്ത്ത് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് താഴോട്ട് വരുമ്പോഴാണ് എസ് മൈനസിലേക്ക് ആക്കിയിട്ടുള്ളത്. ഇനി അടുത്തത് ബിയിലാക്കാം. ബിയിൽ വന്നപ്പോൾ ഇതുപോലുള്ള കുനുകുനാ ഇല്ല സ്റ്റിച്ചാണ് വന്നിട്ടുള്ളത്. അത് ഡബിൾ സ്റ്റിച്ച് പോലെ. ഈ സ്റ്റിച്ചൊന്നും എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. ഇനി അടുത്ത് നമുക്ക് എ നോക്കാം. എൻ്റെ എസ് പ്ലസ്സിൽ വരുന്നത് ഇതും ഏകദേശം സെയിം തന്നെയായിരിക്കും, കാരണം എയും ബിയും നേരത്തെ ഒരുപോലെ തന്നെയല്ലേ ഉണ്ടായേ. അപ്പോൾ ഇങ്ങനെയാണ് എ വന്നിട്ടുള്ളത്. ബി സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ. ഈ സ്റ്റിച്ചിനെ കൊണ്ട് വലിയ പ്രയോജനം എന്നാന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നും. അപ്പോൾ നമ്മളിതാ 14 സ്റ്റിച്ചസ് ഇവിടെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെയൊക്കെ മുകളിലായിട്ട് ഇതുപോലെ സ്റ്റിച്ചിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, ABC അങ്ങനെ. ഇതിങ്ങനെ ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ആവശ്യം വരുമ്പോൾ എടുത്ത് നോക്കാൻ എളുപ്പമായിരിക്കും. ഇതിപ്പം എയുടെ 2 സ്റ്റിച്ച്, ബിയുടെ 2 സ്റ്റിച്ച്, സിയുടെ 2 സ്റ്റിച്ച്, അതുപോലെ D, E, F, G അങ്ങനെ ആണ് ഉള്ളത്. പിന്നെ ഈ താഴേക്ക് വരുന്നതാണെങ്കിൽ സ്റ്റിച്ച് ലെങ്ത്തിനനുസരിച്ചാണ്. ഈ ഒരു ലൈൻ വരെ 4, പിന്നെ 3, 2, 1, പിന്നെ താഴേക്ക് 0 to 1 വരുന്ന
ലെങ്തിലുള്ളതാണ്. ഈ ഡിയും ഇയും എഫും ഒക്കെ നമുക്ക് നെക്കൊക്കെ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് പിന്നീട് ഡിസൈൻ ചെയ്യുമ്പം ഇങ്ങനെ നേരെ ഡയറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഇനി ഇതിൽ കുറച്ച് സ്റ്റിച്ചസ് വെച്ചിട്ട് ഒരു നെക്ക് എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഇങ്ങനെ ചെറിയൊരു റൗണ്ട് വരച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പം സിയും ഡിയും ഇയും എഫ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഭംഗിയൊന്നും നിങ്ങൾ നോക്കണ്ട, ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാന്നുള്ളൊരു ഐഡിയ കാണിച്ചു തരാമെന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മുടെ നൈറ്റിക്കൊക്കെ വെക്കുന്ന നെക്ക് പാച്ചസ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഈ മെഷീൻ വെച്ചിട്ട് ഇതുപോലെ നെക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.